നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ജനാലക്കെതിരെ നിൽക്കുകയാണ്. അപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അലീന പതുക്കുന്ന തലതിരിച്ചു നോക്കി. ക്രീം നിറത്തിലുള്ള സാരി എടുത്ത് ഒരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നതാണ് അലീന കണ്ടത്. അവര് മുറിയുടെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന കണ്ടു. അവരുടെ പിന്നാലെ തന്നെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അലീനയ്ക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം റീത്താമ്മയുടെ കൂടെ ടാനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ പെൺകുട്ടി അലസമായിട്ട് നഖമൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ മുറിയിലേക്ക് കയറി വരുവാണ്. അപ്പോഴാണ് അലീന നിൽക്കുന്നുണ്ട്. മമ്മി, ആ ചേച്ചി ദേ നിൽക്കുന്നു. അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് തെല്ലു ഉറക്കെയാണ് അവളങ്ങോട്ട് വിളിച്ചു പറയുന്നത്. മധ്യവയസ്ക സ്ത്രീ അലീന നിൽക്കുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. അതാരാന്ന്? റിട്ടേണൊക്കെയാണ് സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ എൽസമ്മ. തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികളും തന്റെ അനുജത്തിമാരാണ്. അലീന സാവകാശത്തിൽ എൽസമ്മയുടെ മുന്നിലേക്ക് വന്നു. അവൾ അവരുടെ നേരെ നോക്കി ഒന്ന് ചിരിക്കുവാണ്. പക്ഷെ എങ്കിൽ എൽസമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ വേറെ ഏതോ ലോകത്തിലെന്ന് പറഞ്ഞ അലീനയ്ക്ക് തോന്നി. അലീനയെ നോക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അലീന അവരെ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം തന്റെ അമ്മ വൈജയന്തിയെ പോലെയൊന്നും അല്ല. ഇവരുടെ കൺതടങ്ങളിലൊക്കെ നിഴലുകൾ വീണിരിക്കുന്നു. അവരുടെ നെറ്റിയിലും കവൾത്തടങ്ങളും നേരിയ ചുളിവുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം അധികം തടിച്ച ശരീരപ്രകൃതി ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും അവർ യൗവനത്തെ സുന്ദരിയായിരുന്നു അലീനയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ അങ്ങോട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന പോലെ അവർ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. അവരുടെ മുഖത്ത് എന്തോ ഒരു വെറുപ്പും നിന്ദിയും ഒക്കെ ഉണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. പൊട്ടിത്തെറിക്കും തോന്നി. പക്ഷെ അഗ്നിപർവ്വതത്തിന്റെ ജാലാമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായിപ്പോയി. അവരുടെ 2ാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്നു വീണു. അത് ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്പ്രം പടിഞ്ഞിരിക്കുകയും അതിന്റെ മൃദുത്വമൊക്കെ ആസ്വദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൽസമ്മ അവളെ വിളിച്ചു. ടെൽസാന്ന് പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് അവള് എഴുന്നേറ്റ് അമ്മയൊന്ന് നോക്കി. അതിനിടയിലേക്ക് റീത്താമ്മയെ അവത് കുടിച്ചാനും വന്നു. റീത്താമ്മ അനുജത്തിക്ക് നേരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, കണ്ടല്ലോ ഇനി വാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ പിന്നാലെ എൽസമ്മ അങ്ങോട്ട് പോയി. ടെൽസയാണെങ്കിലോ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ മുറിയിൽ അങ്ങൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊരു 10-17 വയസ്സ് കാണുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷെ അതിൻ്റെതായ പ്രായത്തിൻ്റെതായ വളർച്ച ഉണ്ടെങ്കിലും അതിൻ്റെതായ പക്വതയില്ല, മാനസിക വളർച്ച ഇല്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇത്തരം കുട്ടികളൊക്കെ അലീന മുമ്പ് കണ്ടിട്ടുണ്ട്. ടാനിയാണെങ്കിലോ മുറിയുടെ വാതിലിനരികിൽ തന്നെ നിന്നുള്ളൂ, അകത്തേക്ക് കയറി പോലും ഇല്ല. അവര് റീത്താമ്മ എൽസമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ടെൽസയെ വിളിച്ചുകൊണ്ട് അവള് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അവത് കുടിച്ചാൻ അങ്ങോട്ട് കയറി വന്നു. അതെ, ലാലിച്ചന്റെ ഭാര്യ. അത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ശരിക്കും കണ്ടോ? സംസാരിച്ചോ? ഇല്ലാന്നേ. ഇതേ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരിയച്ചനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാവരും കൂടി ഒരു 10-25 പേരുണ്ട്. വല്യപ്പച്ച, ഞാൻ എന്നാ അവർക്കെല്ലാം പോയി ചായ എടുക്കട്ടെ. നല്ല കഥയായി. അതെ, അവര് വന്ന് എന്തിനാന്നറിയോ? ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുക. ലാലിച്ചന അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെ അവരുടെ പട്ടികളെയും പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ ഈ പൊളിക്കക്കാര്. അങ്ങനൊന്നും പറയല്ലേ വല്യപ്പച്ച, എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്നും പറഞ്ഞോണ്ട്. നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ട് അവരെ കുറിച്ച്. ഈ അച്ഛൻ കുഞ്ഞൊക്കെ ആരാന്നറിയാവോ? ഈ എൽസമ്മയുടെ ആങ്ങള. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. അലീന ഒരു അമ്പരപ്പോട് കൂടിയിട്ടാണ് അത് കുടിച്ചാനെ നോക്കുന്നത്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മോൾ ഇവിടെ ഇരുന്നു, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ലാലിച്ചൻ ഒറ്റയ്ക്കല്ലേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അവത് കുടിച്ചാനും മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോഴത്തേനും ആരോ വാതിലിന്റെ ഡോർ ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അലീന വാതിലിന് നേർക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആരോ വാതിലിന്റെ അപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അലീന ആരാന്ന് ചോദിച്ചോണ്ട് വാതിലിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഒരു ചിരിച്ച മുഖം കണ്ടു. ടെൽസയായിരുന്നത്. അലീന കൈ കാട്ടി അവളെ വിളിച്ചു. അവൾക്കാണ് വല്ലാത്തൊരു പേടി. ആദ്യം ഒന്ന് ശങ്കിച്ചു വന്നു. പിന്നെ വാതിൽ അല്പം കൂടെ തുറന്ന് അവൾ അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. അലീന അവളോട് ചോദിച്ചു, പേരെന്താ എന്ന് ചോദിച്ചു. ടെൽസാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടെൽസ അലീനയോട് ചോദിച്ചു, പേരെന്താ? അലീന. സുഖമാണോന്ന് ചോദിച്ചു. അതേന്ന് അലീന പറഞ്ഞു. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം
താൻ ആദ്യമായിട്ടാണ് തൻ്റെ അനുജത്തിക്കുട്ടിയോട് സംസാരിക്കുന്ന പോലും. അവൾ എന്നിട്ട് അലീനയുടെ അടുത്ത് വന്ന് അലീനയുടെ തോളത്തുനിന്ന് സ്പർശിച്ചു. എന്നിട്ട് ചോദിച്ചു, പപ്പയുടെ മോളാണോ? അലീനയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അലീന അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകളൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ എണ്ണയൊന്നും ഇല്ലാതെ ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുക. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. എന്നിട്ട് അവള് അലീനയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അലീന അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന അടുത്തേക്ക് ചേർന്ന് നിന്നു. പിന്നീട് അലീന അടുത്ത് ചേർന്ന് നിന്നിട്ട് അവൾ ചോദിച്ചു, പനിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതെ, ചേച്ചിയുടെ കൈക്കൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു. അലീനയ്ക്ക് കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ ചേച്ചിന്ന് വിളിച്ചത്. അത് അവളുടെ ഉള്ളിൽ നിന്ന് വന്നാണ്. അലീന അവളെ മെല്ലെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു. അത് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എന്ത് ചെയ്തു, ടെൽസി അവളോട് കുറച്ചുകൂടി അങ്ങോട്ട് ചേർന്ന് നിന്നു. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, സങ്കടമാണോ സന്തോഷമാണോ പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അയ്യോ, എന്തിനാ കരയുന്നേ? ടെൽസ മുഖവർത്തി അലീനയെ നോക്കിക്കൊണ്ടാ ചോദിച്ചേ. ഒന്നുമില്ല ചേച്ചി, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരുമോ? വരും. അലീനയ്ക്ക് കരച്ചിൽ വന്നു. അപ്പോഴേക്കും ടെൽസ എന്നുള്ള റീത്താമ്മയുടെ വിളി കേട്ടു. പെട്ടെന്ന് അവള് ഞെട്ടി ഉണർന്നിട്ട് ആന്റി വിളിക്കുന്നുണ്ട്. പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാലിന് നേർക്ക് ഓടി. വാതിൽ വലിച്ചടിക്കുകയും ചെയ്തു. റീത്താമ്മ അവളെ വഴക്ക് പറയുന്ന അലീനയ്ക്ക് അവ്യക്തമായിട്ട് കേൾക്കായിരുന്നു. അലീന കിടക്കയിലേക്ക് അങ്ങ് ഇരുന്നു. അലീനയ്ക്ക് എത്ര നിയന്ത്രിച്ചിട്ടും കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഹാളിലാണെങ്കിൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം കുറെ 10-25 പേരുണ്ടായിരുന്നല്ലോ. എല്ലാവരും കൂടെ അങ്ങനെ അവിടെ കസേരയിലും ടീപ്പോയിലും എല്ലാവരും കൂടെ ആയിട്ട് അവിടെയൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റിയിരുന്നു. അല്ല, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും എന്താ മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്കൊന്നും ഇറങ്ങി വരാത്തെ? അത്ര സമയം അവിടെ ഇരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ദേഷ്യം വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും റീത്താമ്മ പറഞ്ഞു, അയാളുടെ സ്വഭാവം അങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്ക് സ്റ്റാൻലി അങ്ങോട്ട് ഇറങ്ങി വന്നു. സ്റ്റാൻലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രസിഡന്റ് വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഞങ്ങൾ സോൾജിയേഴ്സ് ശത്രു സൈന്യത്തെ ഹാർദവുമായി സ്വീകരിക്കാറൊന്നുമില്ല. ആ സമയത്ത് അയാളൊന്ന് ചിരിച്ചു. അതെ, സ്റ്റാൻലി പറഞ്ഞു, എല്ലാവരും ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. സ്റ്റാൻലിക്ക് പിന്നെ 2 നായ്ക്കള് ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഒരു പേടി തോന്നി. കാരണം ഈ നായ്ക്കളെ കണ്ടു കഴിയുമ്പോൾ ആർക്കാളുള്ള ഒരു പേടി വരുമല്ലോ. ആ സമയത്ത് പ്രസിഡന്റ് തന്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി. ഇടവക വികാരി, പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരെയും. സ്റ്റാൻലിക്ക് എല്ലാവരെയും ആ പരിചയമുണ്ട്, പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ റീത്താമ്മയാണെങ്കിൽ എന്ത് ചെയ്തു, ബാക്കി ഉള്ളവരെ പരിചയപ്പെടുത്തി. തന്റെ കൂടെയുള്ള ബന്ധുജനങ്ങളെ എല്ലാവരെയും സ്റ്റാൻലി അവരെയൊക്കെ നോക്കി. സ്റ്റാൻലിക്ക് അറിയാം തന്നെ പൊരിച്ചെടുക്കാനായിട്ട് വന്നിരിക്കുന്ന അന്ന്. റീത്താമ്മ എൽസമ്മയും കുട്ടികളാണ് ഒരേ സോഫയിലായിരുന്നെ. ടെൽസിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ടാനി അവളെ വഴക്ക് പറഞ്ഞ് പിടിച്ചിരുത്തി. ടാനിയോട് അതിന്റെ പേര് വഴക്കിടുകയും മാന്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻലിയോട് വിശേഷമൊക്കെ തിരക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഇവിടെ എന്ത് വിശേഷം? അതെ, ഇവിടെ ബ്ലൂ ലെവൽ 2 ഇരിപ്പുണ്ട്. റെമി വാട്ടിന് 1.5 എണ്ണം. അങ്ങനെ കുറെ വിസ്കിയുടെയും ബ്രാൻഡിയുടെയും കണക്കൊക്കെ പറയാണ്. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. എയർപോർട്ടിൽ കസ്റ്റംസിൽ നിന്ന് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. സ്റ്റാൻലി ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചായത്ത് പ്രസിഡന്റ് പൊട്ടിച്ചിരിച്ചു. അതെ, ഈ സ്റ്റാൻലി ഒരു തമാശ പറഞ്ഞാൽ തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടി കിട്ടത്ത് പോലുമില്ല. അല്ല, നിങ്ങൾ തനിച്ചാണോ മിസ്റ്റർ സ്റ്റാൻലി ഇവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അല്ല, എന്റെ കൂടെ വേറെ മനുഷ്യന്മാരുണ്ട്. ഇവിടെ സെർവൻസ് ഉണ്ട്, പിന്നെ മൃഗങ്ങളുണ്ട്, എല്ലാരും ഉണ്ട്. അല്ല, ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? ദേ, അറിഞ്ഞുകൊണ്ട് വെറുതെ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ. അല്ല, അവരെന്തുകൊണ്ടാ സ്റ്റാൻലി നിങ്ങളോടൊപ്പം നിൽക്കാത്തെ? ഭാര്യയും മക്കളും അല്ലേ, ഭാര്യയുടെ മക്കളോടൊപ്പമല്ലേ നിങ്ങൾ താമസിക്കേണ്ടേ എന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ അങ്ങ് തുടങ്ങി. അതെ, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ. അങ്ങനെയാണോ വേണ്ടത്? അതെ, എന്റെ ഭാര്യയുടെ ബന്ധുക്കള് നിങ്ങളുടെ തലയിൽ കുത്തിവെച്ച കുറെ അസംബന്ധങ്ങളുമായിട്ട് എന്നെ ചൊറിയാനായിട്ട് വന്നരുത്. ചോദ്യം ചെയ്യാനും വരില്ല. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് തന്നെ ഇത്ര നേരം സംസാരിച്ചേ. മാന്യമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരൊന്നും അല്ല നിങ്ങള്. എന്നെ ആക്രമിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അപ്പോഴേക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, അതെ, കാര്യങ്ങൾ സംസാരിക്കേണ്ടേ മിസ്റ്റർ സ്റ്റാൻലി. അതെ, അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാവുള്ളൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ഒന്നും ശ്രമിക്കരുത്. പിന്നീട് അച്ഛനാണ് സംസാരിച്ചത്. അതെ, സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ
സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന്. അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതെ, ബഹാദർ കാര്യം പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എന്റെ ഭാര്യയെ കുമ്പസാരെ കൊണ്ടരികെ വന്ന് പിറുപിറുക്കുന്നോ, അച്ഛൻ പള്ളിമാടിയിൽ കയറി നിന്ന് കാണുന്നോ അല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞു. ശരി, ഞങ്ങൾ ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ചാലേ, സ്റ്റാലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റി സ്റ്റാലിയുടെ ഭാര്യയോടും മക്കളോടും ബന്ധുക്കളോടും ചില ആൾക്കാരൊക്കെ പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റി ചോദിക്കാനും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാലി പറഞ്ഞു, വെയിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹാളിൽ നിന്നും കൂടെ ഇറങ്ങിപ്പോയി. അതെ, വന്നത് എന്തിനാണുള്ള കാര്യം നമ്മൾ മറന്നുപോരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത്, അച്ഛൻ കുഞ്ഞ്, അതായത് എൽസമ്മയുടെ ആങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു. കാരണം വന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം പോകാൻ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് സ്റ്റാലി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും തിരികെ അങ്ങോട്ട് വന്നു. കൂടെ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലുള്ളവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായിട്ട് ഇങ്ങനെ നിന്നു. എല്ലാവരും കാണത്തക്ക വിധമാണ് സ്റ്റാലി അലീനെ കൊണ്ട് അങ്ങോട്ട് നിർത്തിയത്. റോസ് നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് അലീന ആൾക്കൂട്ടത്തിന് പോയി പരിഭ്രമത്തിൽ എങ്ങനെ നിൽക്കുകയാണ്. അലീനയ്ക്ക് ആ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. 10-25 പേരുണ്ട്. അതെ, ഇനി ചിലപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ നിൽക്കുന്ന എന്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തന്റെ മുന്നിലുള്ള ആൾക്കൂട്ടത്തെയൊക്കെ നോക്കണം. എല്ലാവരുടെയും തന്റെ നോട്ടം തന്നെ നേർക്കാന്ന് മനസ്സിലായി. ഒരുതരം വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലീനയ്ക്കുണ്ടായി. അലീന സ്റ്റാലിയുടെ നേർക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അല്പം കൂടെ അങ്ങോട്ട് ചേർന്ന് നിൽക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് പൊതുവായ ചില സംശയങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ മറുപടി പറഞ്ഞേക്കാം. ഇതെന്റെ മകള് തന്നെയാണ്. എന്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം നിങ്ങളെപ്പോലെ എനിക്കും ഇത്രയും കാലം അറിയണ്ടായിരുന്നില്ല. ഓരോ ഓർഫനേജിലാണ് അവൾ ഇത്രയും കാലം ജീവിച്ചേ. 24 വർഷം മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തില് എനിക്ക് ജനിച്ച കുട്ടിയാണ്. സ്റ്റാലി ഇത് പറയുമ്പോഴത്തേനും എല്ലാവരും സ്റ്റാലിയുടെ നേർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥയൊന്നും ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ അക്ഷമയോടെയാണ് ചോദിക്കുന്നത്. പറയേണ്ട ആവശ്യം വന്നില്ല. എന്തുകൊണ്ട് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊന്നും പറഞ്ഞില്ല? അവളെ ചതിക്കായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സ്റ്റാലി? ഓർക്കാപ്പുറത്ത് അച്ഛൻ കുഞ്ഞിന്റെ നാവിൽ നിന്ന് വന്നാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാലി മറുപടി പറയാനായിട്ട് ബുദ്ധിമുട്ടിയേ മതിയാവുള്ളൂ. ഞാൻ എന്ത് ചെയ്യുമായിരുന്നോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുണ്ട്, എന്നെ കൊല്ലുന്നത് ഒഴികെ, സ്റ്റാലി പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ട് നോക്കുവാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപ്പെടുത്തുന്നിടത്തോളം വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ. കാരണം രണ്ടുപേർക്കും രണ്ടുപേരുടേതായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണേൽ അവരുടേതായ തീരുമാനം എടുക്കാം. അല്ല, ഈ കുട്ടി മിസ്റ്റർ സ്റ്റാലിയുടെ മകളാണെന്ന് എന്താ ഉറപ്പ്? അപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലി അയാളെ നോക്കി. എനിക്ക് സംശയമൊന്നുമില്ല. സംശയമുള്ളവർ വേണമെങ്കിൽ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിൾസ് എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ കൊണ്ടുപോകണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന സ്ഥാപനമൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി നടത്തി നോക്കിയാൽ മതി. ആ കാര്യത്തിൽ സ്റ്റാലിക്ക് ഒരു ശങ്കയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അല്ല, ഇത്രയും കാലം ഓർഫനേജ് ജീവിച്ചോളെ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ടുവന്നേ? അങ്ങനെ അങ്ങ് വിട്ടാ പോരായിരുന്നോ? കാരണം സ്റ്റാലി അലീനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. എൽസമ്മയുടെ അനുജത്തെ ആൻമേരിയുടെ ഭർത്താവിന് മൈക്കിളൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അയാൾ കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അല്ല, അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരു അനാഥയെ പോലെ ജീവിച്ചവളാ എന്റെ മകള്. അത് അവളുടെ തെറ്റൊന്നുമല്ല, മറ്റാരുടെയൊക്കെ തെറ്റാണ്. അതിന്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടേ. സ്റ്റാലി ഇത്തിരി ദേഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൂടെ? നമുക്കത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ദേഷ്യത്തോടെ നോക്കി. അതെ, അതിനല്ല ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. എനിക്ക് എന്റെ മകളോടൊപ്പം താമസിക്കുന്ന ഇഷ്ടമാണ്. അവള് കുറച്ചു കാലമെങ്കിലും എന്നോടൊപ്പം ജീവിക്കട്ടെ. സുഖമായി സന്തോഷമായിട്ടും എന്റെ കൺമുന്നിൽ തന്നെ എന്റെ മോളുണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ആണിപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കത്തുമില്ല. സ്റ്റാലി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും മുഖത്ത് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായി. അലീനയാണെങ്കിലോ സ്റ്റാലി എങ്ങനെയൊന്ന് നോക്കുവാണ്. അലീനയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുകയോട് ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൾക്കൊരു ആഗ്രഹം തോന്നി. ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി മോള് പോയിക്കോ, ഇവർക്ക് ചായ കൊടുക്കണം എന്നൊക്കെ സ്റ്റാലി പറഞ്ഞു. അലീന പെട്ടെന്ന് അങ്ങോട്ട് പോയി.
അതെ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ടെന്ന് അപ്പോഴത്തേനും സേവിച്ചൻ പറഞ്ഞു. അതെ, ഇവളോട് ആരും തൽക്കാലത്തേക്ക് ഒന്നും സംസാരിക്കണ്ട, മോശമായൊരു വാക്കോ നോട്ടമോ ഒന്നും ഞാൻ ക്ഷമിച്ചെന്ന് വരത്തില്ല. സ്റ്റാൻലി താൻ്റെ നിലപാട് വ്യക്തമായി കൊണ്ട് പറഞ്ഞു. അലീന പോവാനായിട്ട് അങ്ങ് തിരിഞ്ഞാണ്. സ്റ്റാൻലി ഒന്നുകൂടെ നോക്കി മോള് പോയിക്കോളാൻ പറഞ്ഞു. അലീന പെട്ടെന്ന് ഹാളിൽ നിന്ന് അങ്ങോട്ട് പോയി. അല്ല, സ്റ്റാൻലിക്ക് വേറെ മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരിച്ചൻ കുറച്ചൊരു ദേഷ്യത്തോടും നീരസത്തോടും കൂടിയൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പൊന്നില്ല, ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുള്ളൂ. ഓ, 24 വർഷം മുമ്പ് സംഭവിച്ച അബദ്ധം സ്റ്റാൻലി എന്തിന് ഏറ്റെടുത്തു എന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. പ്രസിഡന്റ് വിടാനുള്ള ഇതില്ല, ഒരുക്കമില്ല, വീണ്ടും വീണ്ടും അത് കുത്തി കുത്തി ചോദിക്കൊണ്ടിരിക്കുക. സ്റ്റാൻലിയുടെ മകൾ ഏത് കുപ്പക്കുഴി വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് തന്നെ വേണം അവളെ വളർത്താനായിട്ട്. സ്റ്റാൻലിയും വിട്ടുകൊടുക്കാൻ ഒരുക്കുമായിരുന്നില്ല. കാരണം സ്റ്റാൻലിക്ക് സഹിക്കുന്നില്ല ഓരോരുത്തരിങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛൻ കുഞ്ഞ് പറഞ്ഞു. അല്ല, ഇതൊക്കെ ഒരു കുടുംബത്തിന് ചേരുന്ന കാര്യമാണ് സ്റ്റാൻലി? ഒരു കുടുംബത്തിന് അന്തസ്സും അഭിമാനത്തിന് യോജിച്ചതാണോ? മറ്റുള്ളവരുടെ മുന്നിൽ പറയാവുന്ന പറ്റുന്ന കാര്യമാണോ? സ്റ്റാൻലി ചെയ്ത തെറ്റിന്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? അത് കേട്ടതും സ്റ്റാൻലി പറഞ്ഞു. അതെ, ഇതിനുള്ള ഉത്തരവൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്റ്റാൻലി അവളെ വേറൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കണം തീർച്ചയാണോ? അപ്പോഴേക്ക് സ്റ്റാൻലി വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഞാൻ അവളെ മാറ്റില്ല. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എലിസമ്മയുടെ മറ്റൊരു ആങ്ങള് പറഞ്ഞു. എങ്കിലും സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ച് അതിൽ 4 ഭാഗം എലിസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് എഴുതി വെക്കണം. ബാക്കി ഒരു ഭാഗം ആർക്ക്? അത് സ്റ്റാൻലിക്ക്. അപ്പൊ അലീനയ്ക്കോ എന്ന് സ്റ്റാൻലി ചോദിച്ചു. സ്റ്റാൻലിയുടെ വിവരം അവൾക്ക് കൊടുക്കാലോ. ഇതാരാ പറഞ്ഞാന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്ന്? അല്ല അതല്ലേ അതിന്റെ ന്യായം. കൊള്ളാം, നല്ല ന്യായം തന്നെ. ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? അതെന്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പോഴേക്ക് സ്റ്റീഫൻ പറഞ്ഞു. അതല്ലല്ലോ സ്റ്റാൻലി എന്റെ ശരി. നമ്മുടെ നാട്ടിലൊരു പരമ്പരാഗത രീതിയുണ്ടല്ലോ, അതനുസരിച്ച് മക്കൾക്കല്ലേ സ്വത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ അപ്പന്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കാതെ കടലിൽ കൊണ്ട് ആരും കലക്കാറൊന്നുമില്ല. സമയാവട്ടെ, കൊടുക്കേണ്ട സമയമാകുമ്പോ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കുഞ്ഞിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചൊരു ഓഷത്തോടു കൂടി അച്ഛൻ കുഞ്ഞ് സ്റ്റാലിയെ നോക്കി. അപ്പോഴ് ഈ സ്വത്തുണ്ടാവുന്ന എന്താ സ്റ്റാലി ഉറപ്പ്? കല്യാണത്തിന് മുൻപും പിൻപും നിങ്ങൾക്ക് ഇതുപോലത്തെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഇനിയും ഓർഫനേജുകളിൽ നിന്നോ തെരുവുകളിൽ നിന്നോ സ്റ്റാലിയുടെ മക്കൾ വന്നേക്കാം, അല്ലെങ്കിൽ പൂർവ്വ കാമുകിയായിരുന്നു പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അതുമല്ലെങ്കിൽ സ്റ്റാലിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, ഉള്ള സ്വത്തെല്ലാം ആ പെണ്ണിന്റെ പേരിലായിപ്പോൾ സ്റ്റാലിയുടെ മക്കൾ എന്ത് ചെയ്യും? തെരുവിലേക്ക് ഇറങ്ങി തെണ്ടേണ്ടി വരുമല്ലോ. ഓഹോ, എന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലേ? സ്റ്റാലിക്ക് ചെറുതായിട്ടൊന്ന് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രസിഡന്റ് പറഞ്ഞു. അതെ, അവര് പറയുന്നതിലും കാര്യമില്ല സ്റ്റാലി. കാരണം പരസ്പര വിശ്വാസമുള്ള ഒരു ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. മിസ്റ്റർ സ്റ്റാലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിൽ കുട്ടി ഉണ്ടായിരുന്നു. സ്റ്റാലി തന്നെ സമ്മതിച്ചോടെ ആ അടിത്തറ തകർന്നു. ഇനിയും നിങ്ങൾ പറയുന്നത് യാതൊരു അർത്ഥമില്ല. സ്റ്റാലിക്കാണ് ചിരി വന്നു. സ്റ്റാലി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. എന്താണ് അത്ര ചിരിക്കാന്? ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വികാരി അച്ഛന് മോൻ ചുള്ളിക്കുകയാണ്. അല്ല, ഇത്രയും വലിയൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വെച്ച് കണക്ക് കൂട്ടിയാല് 24 വർഷം മുമ്പാണ് ഞാൻ അടിത്തറ തകർത്തെ. അന്ന് ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹജീവിതം തുടങ്ങിയതും ഇത്രണം വരെ എത്തിയതും. എന്നിട്ട് ഇന്നലെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് ചിരിക്കല്ലാതെ എന്ത് ചെയ്യും ഫാദർ? അപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാൻലി, അതല്ല പ്രശ്നം. സ്റ്റാൻലിയുടെ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷെ മറ്റേ പെണ്ണ് വന്നോടെ എലിസമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. കൊള്ളാം, എലിസമ്മ പോയി ബിൽഗേറ്റ്സിന്റെ കല്യാണം കഴിക്കട്ടെ. അയാൾക്ക് $1000 വരുമാനമുണ്ട്. ഓരോ വർഷവും പമ്പിച്ച് സുരക്ഷിതത്വ ബോധം കിട്ടുകയും ചെയ്യും. നിങ്ങളെന്താ മനുഷ്യന്മാരെ കളിയാക്കണോ? വികാരിയച്ഛൻ കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടാണ് സ്റ്റാലിയോട് ചോദിക്കുന്നത്. അത് കേട്ടപ്പോ സ്റ്റാലി സംശയം എന്താ? ഭർത്താവിന്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതികളെന്ന് ഒരു ഭാര്യയെ വിശ്വസിക്കുവാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് എന്താ ബാധ പറയാനുള്ളത്? എന്റെ ഏറ്റവും വലിയ പരാജയം എന്റെ ഭാര്യയാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് സ്റ്റാലി, അങ്ങനൊന്നും പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്.
പക്ഷെ നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികള് അത് അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെയുണ്ട്. അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാതെ? അതെന്റെ കുറ്റമല്ല ബാദർ. എന്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണുനട്ടിരിക്കുന്ന ഇവരുടെ കുഴപ്പമാണ്. എന്തിനാ ഈ സ്വത്തുക്കളിലൊക്കെ കണ്ണുവെക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ മരിച്ചു പോയേക്കോ അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കോ അതൊന്നുമല്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവരുടെ ഭയം. സ്റ്റാലിന്റെ കടമ ചെയ്യുവാണെങ്കിൽ സോറി ഫാദർ, എനിക്കതിന് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യം നടക്കില്ല. 1, എന്റെ മകളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞയക്കില്ല. 2, എന്റെ സ്വത്തുക്കളൊന്നും ഞാൻ പങ്കുവയ്ക്കാനും പോകുന്നില്ല. അല്ല, ഭാര്യയുടെ മക്കളുടെ ന്യായമായ പരാതികൾ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം കൊടുക്കുന്നുണ്ട്, സൗകര്യങ്ങള്, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം, ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലോ. നമുക്കിവിടെ വെച്ച് തന്നെ നിർത്താം. അങ്ങനെ തന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ അങ്ങ് തീരുമാനിച്ച പോലല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അച്ഛൻകുഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. അല്ല, ആരാ നിങ്ങളുടെ നേതാവ്? ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചുവിട്ട ഉപകാരമായിരുന്നു. സ്റ്റാലിൻ പ്രസിഡന്റിനെയും അച്ഛനെയൊക്കെ നോക്കുവാണ്. എന്നിട്ട് വാതിലിന്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ. സ്റ്റീഫനെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. പെട്ടെന്നൊരു മുരളച്ച കേട്ട് എല്ലാരും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശാന്തരായ കിടന്ന 2 നായ്ക്കള് അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് അതിലൊരെണ്ണം സ്റ്റീഫനെ നോക്കി ഇങ്ങനെ മുറുമുവാണ്. കാരണം സ്റ്റീഫനാണ് ദേഷ്യത്തോടെ സ്റ്റാലിനോട് സംസാരിച്ചേ. ഒരു പശുക്കിടാവിനോടൊത്ത വലിപ്പോൾ ആ നായ നടന്ന് സ്റ്റാലിന്റെ അടുത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി. എന്നിട്ട് സ്റ്റീഫനെ ഒന്ന് നോക്കുവാണ്. സ്റ്റാലിൻ വാതിൽ തുറന്നിട്ടു. അപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് സ്റ്റാലിൻ ചോദിച്ചു. പെട്ടെന്ന് എല്ലാവരും പരസ്പരം ഒരു നോട്ടം നോക്കി. ഓരോരുത്തരായിട്ട് വാതിൽ കടന്നുകൊണ്ട് പോകുമ്പോഴത്തേനും സ്റ്റാലിൻ പറഞ്ഞു, അതെ, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേങ്കില് അവരാരും നിന്നില്ല. അവരാണെങ്കിൽ സ്റ്റാലിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയന്നു. കാരണം നായ്ക്കുട്ടികള് മുരുണ്ടോണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അതവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാവരും പുറത്ത് കിടക്കുന്നവരെ സ്റ്റാലിൻ നായ്ക്കളും ഹാളിന്റെ വാതുക്കെ തന്നെ നിന്നു. ജീവനും കൈ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എല്ലാവർക്കും വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇനി ഒരു നിമിഷം കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ നായ്ക്കൾ കടിച്ചു കീറുമെന്നൊരു ഭയം. വന്ന കാര്യമൊന്നും നടന്നില്ല. അങ്ങനെ നാണം കെട്ട് എൽസമ്മയുടെ വീട്ടുകാർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. സ്റ്റാലിയെ മര്യാദ പഠിപ്പിക്കാനായിട്ട് വന്ന, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പം ഇപ്പൊ ഈ പറയുന്ന കഥകളെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. കേൾക്കാനായിട്ട് താല്പര്യമുള്ളവര് ഇതിന്റെ ബാക്കി കഥകളൊക്കെ കാത്തിരിക്കണം കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി കഥകളൊക്കെ ചാനലിനകത്തേന് അപ്ലോഡ് ചെയ്യാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.